ഹലോ ഗായ്സ്, എല്ലാവർക്കും ജോണിക് ഫിലിംസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലോ മാക്സിൻ്റെ വയർലെസ് മൈക്രോഫോണിൻ്റെ അൺബോക്സിങ്ങും ടെസ്റ്റിങ്ങും അതേപോലെ തന്നെ റിവ്യൂ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ജോണിക് ഫിലിംസ്. നമുക്ക് വേഗം വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ആമസോണിൽ നിന്ന് വന്ന പാർസൽ. അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം. അപ്പോൾ ഗായ്സ്, ഇത് തുറക്കുമ്പോൾ അകത്ത് വിലോ മാക്സിൻ്റെ പെട്ടിയുണ്ട് ഇവിടെ. അകത്ത് വേറൊന്നുമില്ല. ഇതാണ് നമ്മുടെ പെട്ടി. ഇങ്ങനെയായിരിക്കും നമ്മുടെ പെട്ടി കാണാൻ. അകത്താണ് ഇതിൻ്റെ മൈക്കൊക്കെ. S001 ആണ് ഇതിൻ്റെ മോഡല്. അപ്പോൾ ഗായ്സ്, അതിൻ്റെ കവറൊക്കെ പൊട്ടിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ഇതിൻ്റെ അകത്ത് തുറക്കുമ്പോൾ നമ്മുടെ കേസും അതേപോലെ തന്നെ കേബിളും അവർ തന്നിട്ടുണ്ട്. വിലോ മാക്സ് എന്നൊക്കെ എഴുതിയിട്ടുള്ള കേസും ഇവിടെ കേബിളും അവർ തന്നിട്ടുണ്ട്, ചാർജ് ചെയ്യാനുള്ള കേബിളും. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അകത്ത് 3 സാധനങ്ങളാണ് ഉള്ളത്. ആദ്യം നമ്മുടെ കേബിള്, പിന്നെ ഇൻസ്ട്രക്ഷൻ കാർഡുകൾ, പിന്നെ നമ്മുടെ മെയിൻ മൈക്ക്, പിന്നെ അതിൻ്റെ കേസും. അപ്പോൾ ഗായ്സ്, നമുക്ക് ഐശ്വര്യമായിട്ട് മൈക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ്. ഇത് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. പിന്നെ വേറെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. ഫുള്ള് പ്ലാസ്റ്റിക്കിൻ്റെ ആണിത്. ഈ പെട്ടി തുറക്കുമ്പോൾ 2 മൈക്കും അതിൻ്റെ കണക്ടറും ഉണ്ട്. നമുക്ക് ആദ്യം മൈക്ക് ഒന്ന് നോക്കാം. അപ്പോൾ മൈക്കിലും ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. അതിൻ്റെ ബാക്കിൽ അതിൻ്റെ മാഗ്നറ്റിക് കോളറിൽ കണക്ട് ചെയ്യണ മാഗ്നറ്റിക് സാധനമാണ്. അതേപോലെ തന്നെ ഇവിടെ C ടൈപ്പ് ചാർജ് ചെയ്യാനുള്ള പോയിന്റും ഉണ്ട്. അതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫങ്ഷൻസും ഈ ഒരു ബട്ടണിലാണ് ആവുക. ഇതാണ് ഇതിൻ്റെ കണക്ടർ. ഇതും C ടൈപ്പ് ഇതാണ്. അപ്പോൾ C ടൈപ്പ് ഫോണുകളിൽ മാത്രമാണ് ഇത് കുത്താൻ പറ്റുള്ളൂ. ഇതിലും ഒരു പോയിന്റ് ഉണ്ട്, അതെന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ ഗൈസ്, ഇതേപോലത്തെ 2 മൈക്കാണ് അവർ തന്നിരിക്കുന്നത്. രണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള മൈക്കാണ്. രണ്ടിനും ഇതേപോലെ മാഗ്നറ്റൊക്കെ ഉണ്ട്. മാഗ്നറ്റിൻ്റെ ഇതും ക്ലിപ്പും ഉണ്ട് ഗൈസ്. ക്ലിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കോളറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഗായ്സ്, ഇവിടെ നമുക്കിനി കേബിളൊക്കെ നോക്കാം. 2 C ടൈപ്പിൻ്റെ കേബിളാണ് അവർ തന്നോർക്കണത്. പിന്നെ ഇവിടെ ഐഫോണിലും ലാപ്ടോപ്പിലൊക്കെ കുത്താൻ പറ്റുന്ന ഒരു കണക്ടറും അവർ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഗൈസ്, നമുക്ക് ഇൻസ്ട്രക്ഷൻ കാർഡാണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയത്. ഇതിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് വേണം മൈക്കെല്ലാം കണക്റ്റൊക്കെ ചെയ്തിട്ട് വേണം നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഉള്ളത് വാറൻറ്റി കാർഡാണ്. 1 ഇയർ വാറൻറ്റി കാർഡാണിത്. ഗൈസ്, വിലോ മാക്സ് വയർലെസ് മൈക്രോഫോണിൻ്റെ അൺബോക്സിങ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണു. അതിലുണ്ടായിരുന്ന സാധനങ്ങളും അതേപോലെ മൈക്രോഫോണും കണക്ടറും എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണു. ഇനിയാണ് നമ്മുടെ വിലോ മാക്സ് മൈക്രോഫോണിനെ ടെസ്റ്റ് ചെയ്യാനുള്ള സമയം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഞാൻ മൈക്രോഫോൺ വെക്കാണ്ട് കേൾക്കുന്നുണ്ട്. ക്യാമറയിൽ നിന്ന് നോർമലായിട്ട് വരുന്ന ശബ്ദമാണ്. ഇനി ഞാൻ ഇപ്പോൾ മൈക്രോഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പോവാണ്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം വിലോ മാക്സിൻ്റെ വയർലെസ് മൈക്രോഫോൺ വെച്ചിട്ടുള്ള ശബ്ദമാണ്. ഇതിൽ നിന്ന് ഞാനിപ്പോൾ സംസാരിക്കണതാണ് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വോയിസ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അവിടെ പോയി വാങ്ങിക്കാം. ആമസോണിൻ്റെ ലിങ്കാണ് ഞാൻ തരുന്നത്. അപ്പോൾ ഈ വോയിസാണ് നിങ്ങൾക്ക് മൈക്രോഫോണിൽ നിന്ന് കിട്ടുന്ന ക്ലാരിറ്റിയുള്ള വോയിസ്.
അപ്പോൾ ഗൈസ്, ഇനി ഞാൻ ഈ വിലോ മാക്സ് വയർലെസ് മൈക്രോഫോണിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നമ്മുടെ വയർലെസ് മൈക്രോഫോൺ ഉണ്ട്. ആദ്യം തന്നെ ഞാൻ ചാർജിങ്ങിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ ബോക്സിൽ നമ്മൾ ഇവിടെ ബാക്കിൽ സി ടൈപ്പിൻ്റെ ചാർജറാണ് കൊടുത്തുകൊടുക്കുന്നത്. അപ്പോൾ അതുമ്പോൾ നമ്മൾ കുത്തിയിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഈ ബോക്സിൽ ചാർജ് കിട്ടും. അതുമ്പോൾ കുത്തിയിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോക്സ് തുറന്നിട്ട് ഈ മൈക്രോഫോൺ നമ്മൾ ഡയറക്റ്റ് വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഈ ബോക്സിലുള്ള ചാർജ് ഇവിടെ കാണാം. ബോക്സിലുള്ള ചാർജ് ഈ മൈക്രോഫോണിൽ പോവും. അപ്പോൾ ഒരു മൈക്രോഫോൺ ഞാനിപ്പോൾ ഇട്ടിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം അതും വെച്ചിട്ട് കാണിക്കാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ റൈറ്റിന്ന് 6 പറഞ്ഞിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലത്തെ മൈക്രോഫോൺ മാത്രമാണ് ഇപ്പോൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലത്തെ ഞാനിപ്പോൾ ഇട്ടോർക്കാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ആയിരിക്കും നമ്മുടെ കണക്ടർ വെക്കണ സ്ഥലം. അപ്പോൾ എല്ലാം മാഗ്നറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുക. ഇത് ഇവിടെ വെക്കുമ്പോഴും മാഗ്നറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയും മാഗ്നറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് നമുക്ക് ക്ലിപ്പായിട്ട് ഉപയോഗിക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് കോളറിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തും വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ളത് ചാർജിങ്ങിൻ്റെ കേബിളുകളാണ്. അപ്പോൾ കേബിളിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ നോർമൽ കണക്ടർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവിടെ ഐഫോണിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണക്ടറും ഇവർ ഇതിൻ്റെ കൂടെ തരും. ഇതിൻ്റെ ബാക്കിൽ സി ടൈപ്പാണ്. അതേപോലെ തന്നെ ഇവിടെ ഐഫോണിലൊക്കെ കുത്താൻ പറ്റുന്ന, ഐഫോണിലും ലാപ്ടോപ്പിലൊക്കെ ഇത് കുത്താം. അപ്പോൾ ലാപ്ടോപ്പിലായിരിക്കും ശബ്ദം വരിക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കണക്ടർ അവർ തന്നിരിക്കണം. അതേപോലെ തന്നെ ഈ ഒരു സി ടൈപ്പിൻ്റെ 2 കേബിളും അവർ തന്നിട്ടുണ്ട്. ആ 2 എണ്ണം നമ്മുടെ ഈ മൈക്രോഫോൺ ചാർജ് ചെയ്യുക, 2 മൈക്രോഫോൺ ഉള്ള കാരണമാണ് അവർ 2 കേബിള് തന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ ഇതിൻ്റെ ഫങ്ഷൻസ് പറയാം. ഫങ്ഷൻസ് എല്ലാം ഈ ഇൻസ്ട്രക്ഷൻ കാർഡിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഇത് വായിച്ചാൽ എല്ലാം മനസ്സിലാവും. ഇവർ എല്ലാം A to Z എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് കൂടാണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മുടെ മൈക്ക് എടുക്കുമ്പോൾ ഫസ്റ്റ് ഇവിടെ കാണുന്നത് ബാറ്ററി. നമ്മൾ ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ ഈ ബാറ്ററിയുടെ ഈ ഭാഗം റെഡ് കളറാവും. സെക്കൻഡ് ഇവിടെ കാണുന്നത് ഇത് കണക്ഷൻ ചെയ്യണതാണ്. നമ്മുടെ ഈ കണക്ടർ നമ്മൾ ഫോണിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ കണക്റ്റ് ആവുമ്പോൾ ഈ ഒരു ലൈറ്റ് കാണും. അപ്പോൾ ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പിന്നെ എല്ലാ ഫങ്ഷനും ചെയ്യാൻ ഈ ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ. ഇത് ലോങ് പ്രസ് ചെയ്താൽ ഇതിങ്ങനെ ഓഫ് ആവും. അതേപോലെ തന്നെ ഇത് ലോങ് പ്രസ് ചെയ്താൽ ഇതിങ്ങനെ ഓൺ ആവും. പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്നത് മ്യൂട്ടിൻ്റെ സാധനമാണ്, മ്യൂട്ടിൻ്റെ ഒരു ബട്ടൺ. അത് നമ്മൾ ഓൺ ആക്കണമെങ്കിൽ 2 പ്രാവശ്യം ഈ ബട്ടൺ അമർത്തണം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മ്യൂട്ടിൻ്റെ ബട്ടണും ഓൺ ആവും. പിന്നെ ഡബിൾ ക്ലിക്ക് വീണ്ടും ചെയ്യുമ്പോൾ അത് ഓഫ് ആവും. പിന്നെ അതിൻ്റെ സൈഡിൽ കാണുന്നതാണ് നോയ്സ് റിഡക്ഷൻ ഓപ്ഷൻ. അത് നമ്മൾ 1 പ്രാവശ്യം അമർത്തി അത് ഓഫ് ആവും, 1 പ്രാവശ്യം അമർത്തി അത് ഓൺ ആവും. പിന്നെ അത് 3 പ്രാവശ്യം അമർത്തിയാൽ വേറെ ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതിന് വേണ്ടി 3 പ്രാവശ്യം അമർത്തണം. അപ്പോൾ അതാർക്കെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയക്കുക. അപ്പോൾ 2 മൈക്കിനും ഇതേപോലെ മാഗ്നറ്റിക് ഇതാണുള്ളത്. അതേപോലെ തന്നെ ക്ലിപ്പ് ഉണ്ട്. അത് കാരണമാണ് എനിക്കിത് ഇഷ്ടമായി. മാഗ്നറ്റ് ഉള്ളപ്പോൾ നമുക്ക് ക്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മാഗ്നറ്റ് ആയിട്ട് തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ചാർജും ആവും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി നല്ലൊരു മൈക്കാണിത്. ഗൈസ്, വിലോ മാക്സ് വയർലെസ് മൈക്രോഫോണിൻ്റെ ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസും ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണോ. ഇനി ഗൈസ്, നിങ്ങൾ ഇന്നത്തെ ഈ ഒരു റിവ്യൂ വീഡിയോ ഇവിടെ അവസാനിക്കാറായി.
അപ്പോൾ ഗൈസ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആമസോൺ വഴി ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അയക്കാൻ മറക്കണ്ട. അടിയിൽ കാണുന്ന ചുവന്ന കളർ സബ്സ്ക്രൈബ് ബട്ടണും അമർത്തണം. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. അപ്പോൾ ഗൈസ് ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.